വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ മുൻ DGP ആർ ശ്രീലേഖയെ തന്നെ രംഗത്തിറക്കാൻ BJP ഉറപ്പിച്ചതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങും. മണ്ഡലം നിലനിർത്താൻ LDF സ്ഥാനാർത്ഥിയായി VK പ്രശാന്ത് MLAയും തിരിച്ചുപിടിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരനും കൂടി എത്തുന്നതോടെ സ്റ്റാർ മണ്ഡലമായി മാറും വട്ടിയൂർക്കാവ്. BJP വൈസ് പ്രസിഡന്റും ശാസ്തമംഗലം കൗൺസിലറും മുൻ IPS ഉദ്യോഗസ്ഥയുമായ ആർ ശ്രീലേഖയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ്. നർമ്മദ കോംപ്ലക്സിന് സമീപം ചുവരെഴുതി പ്രചാരണത്തിന് തുടക്കവുമാകുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ, തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരും പരിപാടിയുടെ ഭാഗമാകുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ ശ്രീലേഖയെ വീട്ടിലെത്തി കണ്ട് സംസാരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP രണ്ട് മുന്നണികൾക്ക് മുൻപേ കളത്തിലിറങ്ങാൻ കാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തിൽ വിപുലമായ പഠനം നടത്തിയെന്നും BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2497 വോട്ടിന്റെ ഭൂരിപക്ഷം NDAക്ക് ലഭിച്ചിരുന്നു. 1,63,063 വോട്ടർമാരാണ് ഇത്തവണ വട്ടിയൂർക്കാവിലുള്ളത്. ഇതിൽ 77,580 പുരുഷന്മാരും 85,510 സ്ത്രീകളുമാണ്. കഴിഞ്ഞ തവണ 2,08,543 വോട്ടാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1,37,636 വോട്ട് പോൾ ചെയ്യപ്പെട്ടു. ഈ വർഷം SIR പ്രക്രിയ കഴിഞ്ഞതോടെ മണ്ഡലത്തിൽ 40,000-ലധികം വോട്ടർമാരുടെ കുറവുണ്ടായിട്ടുണ്ട്. മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് മുതൽ കോൺഗ്രസിന്റെ ഷുവർ സീറ്റായിരുന്ന വട്ടിയൂർക്കാവ് 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടത്തേക്ക് ചാഞ്ഞത്. 2021 മണ്ഡലം പ്രശാന്തിനൊപ്പം നിന്നു. ഈ സാഹചര്യത്തിലാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുരളീധരനെ തന്നെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. 2011 മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ K മുരളീധരനൊപ്പമായിരുന്നു വോട്ടർമാർ. 2011 K മുരളീധരൻ 16,000-ൽ പരം വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തി. 2016 തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ 7,000-ലധികം വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചത്. CPM സ്ഥാനാർത്ഥി TN സീമ 3-ം സ്ഥാനത്തായി. എന്നാൽ 2019 K മുരളീധരൻ വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് 14,465 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മോഹൻകുമാറിനെ വീഴ്ത്തി കോട്ട പിടിച്ചെടുത്തു. 2021 കോൺഗ്രസിന്റെ വീണാസ് നായരെയും ഇപ്പോഴത്തെ മേയർ VV രാജേഷിനെയും പരാജയപ്പെടുത്തിയാണ് പ്രശാന്ത് മണ്ഡലം നിലനിർത്തിയത്. 21,515 വോട്ടായിരുന്നു ഭൂരിപക്ഷം. ഹിന്ദു വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിൽ നായർ സമുദായമാണ് എണ്ണത്തിൽ മുന്നിൽ. ഈഴവ ദളിത് വിഭാഗങ്ങൾക്കും സ്വാധീനമുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ 25%. തിരുവനന്തപുരം നോർത്ത് മണ്ഡലമാണ് വട്ടിയൂർക്കാവായത്. മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് പഞ്ചായത്തുകളും കോർപ്പറേഷനിലെ 10 വാർഡുകളും ശാസ്തമംഗലം, കുന്നുകുഴി, നന്ദൻകോട്, കണ്ണമ്പൂല വാർഡുകളും ചേർന്നാണ് വട്ടിയൂർക്കാവ് മണ്ഡലം നിലവിൽ വന്നത്. പഞ്ചായത്തുകൾ കോർപ്പറേഷനോട് കൂട്ടിച്ചേർത്തതോടെ 24 വാർഡുകളും നാലാഞ്ചിറ വാർഡിന്റെ പകുതിയും മണ്ഡലത്തിലായി. മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന ഉള്ളൂർ, കടകംപള്ളി പഞ്ചായത്തുകൾ കഴക്കൂട്ട മണ്ഡലത്തിന്റെ ഭാഗമായി. തിരുവനന്തപുരം നോർത്തിൽ 1977 NDP, 1980 CPM, 1982 കോൺഗ്രസ്, 87, 91, 96 വർഷങ്ങളിൽ CPM, 2001 കോൺഗ്രസ്, 2006 CPM എന്നിങ്ങനെയായിരുന്നു വിജയം. അവിടെ കൊണ്ട് തീർന്നില്ല ചോദ്യങ്ങൾ. ജൂനിയർ ഘടകകക്ഷിയായ CMPക്ക് തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ സീറ്റ് നൽകി ഒഴിവാക്കുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. CMPയുടെ CP ജോണിനെ മത്സരിപ്പിക്കാനാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അവർക്ക് നൽകുന്നത്. എന്നാൽ VS ശിവകുമാറിനെ വെട്ടാനുള്ള നീക്കമാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CP ജോണിന് യാതൊരു ബന്ധങ്ങളുമില്ലാത്ത പ്രദേശമാണിത്. അതിനാൽ തന്നെ CP ജോണിനെ മത്സരിപ്പിച്ചാൽ രാജിവെക്കുമെന്നാണ് 10ഓളം DCC ഭാരവാഹികൾ ഭീഷണി മുഴക്കിയത്. ഇവർ ഇത് സംബന്ധിച്ച് അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയച്ചു. ഘടകകക്ഷി മത്സരിച്ചാൽ BJP ഉറപ്പായും ജയിക്കുമെന്നും കത്തിൽ പറയുന്നു. സീറ്റ് ഘടകകക്ഷിക്ക് നൽകിയാൽ നിയമം ആവർത്തിക്കുമെന്നാണ് നേതാക്കളുടെ മുന്നറിയിപ്പ്. സീറ്റ് CMPക്ക് നൽകരുതെന്ന് 12 മണ്ഡലം പ്രസിഡന്റുമാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻമന്ത്രി VS ശിവകുമാർ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാനുള്ള കരുക്കൾ നീക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. തൃശൂരിലും കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ്. ജില്ലാ നേതാവ് പാർട്ടി വിട്ടു, BJPയിൽ ചേർന്നു. തൃശൂരിൽ പ്രമുഖ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാറാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂരിൽ BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്ത അദാലത്തിലാണ് ഷാജി VJ എത്തിയത്. ഉളിക്കലിൽ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. KPCC പ്രസിഡന്റിന്റെ ഇളയ സഹോദരനാണ്. ഗ്യാസ് ഏജൻസിയുടെ അനുമതി റദ്ദ് ചെയ്തത് പുനഃസ്ഥാപിച്ച് കിട്ടാനാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്ത പരിപാടിയിൽ എത്തിയതെന്നും വേണമെങ്കിൽ BJPയിൽ ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.